ഭക്തിസാന്ദ്രമായി ചോറ്റാനിക്കര മകം തൊഴൽ. പതിനായിരങ്ങളാണ് ദർശനത്തിനായി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം തൊഴൽ ആരംഭിച്ചത്. പുലർച്ചെ 3 മണിക്ക് ഓണക്കുറ്റിച്ചിറയിലേക്ക് ദേവിയെ ആനയിച്ചതോടെ മകം തൊഴിൽ ചടങ്ങിന്റെ ആദ്യഘട്ട പൂജകൾ ആരംഭിച്ചു. ശേഷം വാദ്യമേളങ്ങളോടെ പൂരപ്പറമ്പിൽ ശീവേലി. 1:30 നടയടച്ചു. കൃത്യം 2 മണിക്ക് നട തുറന്നു. ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധി ഭക്തസാഗരമായി. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ മാറുമെന്നാണ് വിശ്വാസം. അമ്മേനെ കാണാൻ വരാറുണ്ട്, തൊഴാൻ വരുന്നത്. പക്ഷേ ഈ മകം തൊഴിൽ ഒരു 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. ചോറ്റാനിക്കരയിൽ ഈ നിമിഷം ഈ മണ്ണിൽ നിൽക്കുന്നത് തന്നെ നമ്മുടെ വലിയൊരു ദേവിയുടെ ഒരു കടാക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ വന്ന പിന്നെ നന്നായിരിക്കുന്നത്, എല്ലാ ഒരു ഇതും ഇല്ലാണ്ട് നമ്മുടെ അനുഗ്രഹവും ഉണ്ട്. ഇന്നലെ വന്ന് ഇരുട്ടണം 3 വർഷമായി. പതിനായിരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ചോറ്റാനിക്കരയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. കടുത്ത ചൂടിൽ ക്യൂ നിൽക്കുന്നവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വെള്ളവും ഭക്ഷണവും വിവിധ സംഘടനകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.